ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പെരുന്നാളിനൊക്കെ രാവിലെ പത്തിരിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 വലിയ സവാള ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളിതിലിപ്പോൾ ഒരു പേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് കാഷ്യൂനട്ട് ഒരു 10 എണ്ണം, ബദാം ഒരു 10 എണ്ണം, പിന്നെ തേങ്ങ ചിരവിയത് ഒരു 3 ടേബിൾ സ്പൂൺ. ഇത് 3 എണ്ണവും കൂടി നന്നായിട്ട് ആദ്യം ഒന്ന് ഈ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഇതിലത്തെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് അതിനായിട്ട് വേണ്ടത് നമ്മളിതിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ അരച്ചു വെച്ച ആ പേസ്റ്റ് ചിക്കനിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു വലിയ നാരങ്ങയുടെ നീര്, ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, അതുപോലെ ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. ഇത് ഈ കപ്പിൽ നമ്മളിപ്പോൾ 1 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയുടെ ഇലയും ഫ്രൈ ചെയ്ത ഉള്ളി. ഇനി നമ്മൾ അതിലേക്ക് ഉപ്പാണ് ചേർക്കുന്നത്. അതിലൊരു 3 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ കൈകൊണ്ട് നന്നായി തിരുമ്മി മിക്സ് ചെയ്ത് നമ്മളിത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ ഇത് കടായി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 3-4 പച്ചമുളക് നടുകെ കീറിയിട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ തിരുമ്മി വെച്ച മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ കറിയിൽ നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിക്കരുത്. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി ഈ കടായിൽ. കാരണം നമ്മൾ ഫ്രൈ ചെയ്ത ഒണിയനിലുള്ള ഓയിൽ കൂടി ഇതിലേക്ക് ഇറങ്ങും കേട്ടോ. അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ കറിയിലേക്ക് ഓയിൽ ഒഴിക്കാൻ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി നമ്മൾ അതിലേക്ക് കുറച്ച് ആ പാത്രത്തിലുള്ള മസാലയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ആകെ ചേർക്കുന്ന വെള്ളം. പിന്നെ ബാക്കി ചിക്കനിലുള്ള വെള്ളം കൂടി ഇറങ്ങുമല്ലോ. അപ്പോൾ ഇത് കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെരുന്നാൾക്കൊക്കെ രാവിലെ പത്തിരിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.